നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നെസ്ല. എടയൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡായ പൂവത്തുംതറയിലെ 17-ാം നമ്പർ അങ്കണവാടിക്ക് വാർഡിലെ 11 അയൽക്കൂട്ടങ്ങൾ ചേർന്ന് സമ്മാനിച്ച റെഫ്രിജറേറ്റർ അയൽക്കൂട്ട ഭാരവാഹികളിൽ നിന്ന് വാർഡ് മെമ്പറും അങ്കണവാടി ജീവനക്കാരും ALMC അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങി. ചടങ്ങ് വാർഡ് മെമ്പർ KP വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ NK സരോജിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CDS മെമ്പർ സബ്ന റിയാസ്, ADS ചെയർപേഴ്സൺ K സാജിദ, മുൻ മെമ്പർമാരായ KP മൊയ്തു, VP ഫാത്തിമ, ALMC അംഗം സൈനുദ്ദീൻ മച്ചിങ്ങൽ, അനുപമ, മുംതാസ്, മാധ്യമപ്രവർത്തകൻ കാലിത്തൊട്ടിയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. നമ്മുടെ അംഗനവാടിയിൽ നിന്ന് സ്കൂളിലേക്ക് മാറിപ്പോകുന്ന കുട്ടികൾക്കുള്ളൊരു യാത്രയയപ്പ്, അതുപോലെ തന്നെ ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ നമ്മുടെ അംഗനവാടിക്ക് വേണ്ടി നൽകിയ സ്നേഹോപഹാരമായിട്ടുള്ള ഫ്രിഡ്ജിന്റെ സമർപ്പണം, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വർഷങ്ങളായിട്ട് അക്കൗണ്ടന്റായി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശ്രീമതി രതിക ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് മറ്റൊരു പഞ്ചായത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു ഉപഹാരം സമർപ്പണം, ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യമായിട്ടുള്ള കാതൽ. പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരു യോഗത്തിലാണ് നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് മൊത്തം നമ്മുടെ ADSന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സാജി ഒരു നിർദ്ദേശം വെച്ചത്, കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് എല്ലാവരും കൂടി, എല്ലാ അയൽക്കൂട്ടങ്ങളും കൂടി ഒരു ഫ്രിഡ്ജ് നമ്മുടെ അംഗനവാടിക്ക് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മളെ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലൊന്നും ഇത്തരത്തിൽ കുടുംബശ്രീ മുൻകൈ എടുത്തിട്ട് ഒരു ഉപഹാരം, ഇതുപോലൊരു ഉപഹാരം അംഗനവാടികൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതിനെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച നമ്മുടെ വാർഡിലെ മുഴുവൻ അയൽക്കൂട്ടങ്ങളെയും ഞാൻ ഈ വാർഡിന്റെ മെമ്പർ എന്നുള്ള നിലക്കും അംഗനവാടിക്ക് വേണ്ടിയിട്ടും എല്ലാവരെയും അവരുടെ ഈ കൃതജ്ഞത, സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. സർക്കാരും പഞ്ചായത്തും തരുന്നില്ല, പല കാര്യങ്ങളും അമ്മമാരൊക്കെ മുൻകൈ എടുത്തിട്ട് അംഗനവാടിയിലേക്ക് നൽകുകയാണ് പതിവ്. ഉദാഹരണം പച്ചക്കറി പോലുള്ള സാധനങ്ങളൊക്കെ നാശമായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അംഗനവാടിയിൽ കുത്തിവെപ്പുകളൊക്കെ നടക്കാറുണ്ട്. കുത്തിവെപ്പിന്റെ മരുന്നുകളൊക്കെ തലേ ദിവസമാണ് അംഗനവാടിയിൽ എത്തിക്കാറ്. അപ്പോൾ ടീച്ചർക്കും അതുപോലെ തന്നെ ആശാവർക്കർക്കൊക്കെ തന്നെ ഈ മരുന്ന് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു വീട്ടിലെ ഫ്രിഡ്ജിലോ കൊണ്ടുപോയി വെക്കണം. തദവസരത്തിൽ ഈ വർഷം സ്കൂളിൽ ചേർന്ന കുട്ടികൾക്കുള്ള യാത്രയയപ്പും അവർക്ക് പൂക്കാട്രി ഡോണാസ് ക്ലബ്ബ് നൽകിയ ഉപഹാര സമർപ്പണവും നടന്നു. എടയൂർ പഞ്ചായത്തിൽ നിന്നും സ്ഥലം മാറിയ കുടുംബശ്രീ അക്കൗണ്ടന്റ് രതികയ്ക്ക് ADS അംഗങ്ങളുടെ ഉപഹാര സമർപ്പണം സബ്ന റിയാസും ഈ ചടങ്ങിൽ വെച്ച് നിർവഹിക്കുകയുണ്ടായി. K സാജിദ സ്വാഗതവും ഗ്രീഷ്മ ടീച്ചർ നന്ദിയും പറഞ്ഞു. നമ്മള് മഹത്തായ ഒരു പരിപാടി നമ്മൾ കുടുംബശ്രീയിലൂടെ കാലങ്ങളായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ സ്നേഹോപഹാരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ പുതിയ ഈ ഭരണസമിതി വന്നതിന് ശേഷം 2 കിഡ്നി പേഷ്യന്റിന് നമ്മൾ കൈത്താങ് പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ഇനിയും 2 പേഷ്യന്റിന് നമ്മൾ സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്നേഹോപഹാരങ്ങളും നൽകിക്കൊണ്ട് നമ്മളെ കുടുംബശ്രീ, നിങ്ങളുടെ 11-ാം വാർഡിലെ കുടുംബശ്രീ എല്ലാവർക്കും നല്ലൊരു മാതൃകയായി തീർന്നിരിക്കുകയാണ്. ഇതുവരെ മെമ്പർ പറഞ്ഞതുപോലെ ഫ്രിഡ്ജ് ആരും, ഒരു കുടുംബശ്രീ അംഗങ്ങളും ഫ്രിഡ്ജ് സ്നേഹോപഹാരമായി കൊടുത്തതായിട്ട് നമുക്ക് അറിവില്ല, കണ്ടിട്ടില്ല. ഒരു മിക്സി, ഞങ്ങളെ ജില്ലാ ഗ്രൂപ്പില് മിക്സി കൊടുത്തത് ഇപ്പൊ അടുത്ത ദിവസം ഉണ്ടായിരുന്നു. എത്രയും നല്ല ഒരു സന്മനസ് കാണിച്ച നമ്മളെ അയൽക്കൂട്ട അംഗങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇതേപോലെ തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാതൃകാ പ്രവർത്തനങ്ങൾ, ഇത് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് വരുന്നില്ല. നമ്മളുടെ ഓരോരുത്തരും ചെറിയ ഒരു തുക കൊടുത്തുകൊണ്ട് അത് വലിയൊരു ഉപകാരം എന്നേക്കിനുമായിട്ട്, അല്ലെ, ഇതിനൊരു കേടുപാട് സംഭവിക്കുന്നത് വരെ വർഷങ്ങളോളം ഇതിന്റെ ഉപകാരം ഇവിടെ വരുന്ന ഓരോ വർഷം ഇവിടുന്ന് പോകുന്നതും പുതുതായിട്ട് വരുന്ന കുട്ടികളെ അവർക്കുള്ള ഉപകാരത്തിന് വേണ്ടി നിങ്ങളുടെ എന്നത്തെ ഒരു ഓർമ്മയായിട്ടും കൂടെയാണ് ഇതിവിടെ നമ്മളുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ അയൽക്കൂട്ടങ്ങൾ നൽകിയതാണെന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തില്
ഇത് നല്ലൊരു ഉപകാരമായിട്ട് വരും. കുടുംബശ്രീ എന്നുള്ള ആ ആശയം കൊണ്ടുവന്ന മുതൽ പരസ്പരം സഹായിക്കുകയും സമൂഹത്തെ സഹായിക്കുകയും സ്വന്തം നിലയിൽ ജീവിത സാഹചര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയുമാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം. ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ സ്വന്തം കുടുംബത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ഒരു വലിയ ലക്ഷ്യം. ഈ ലക്ഷ്യം വലിയ തോതിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കുടുംബശ്രീ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് നമ്മൾ 11ാം വാർഡ് കുടുംബശ്രീ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. വളരെയധികം സന്തോഷം നിങ്ങൾക്ക് ചെയ്യാൻ. എനിക്ക് ഇതിനോട് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നോടുള്ള ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന സേവനത്തിന്റെ ഒരു പ്രതിഫലം എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളിപ്പൊ എനിക്ക് ഇവിടെ ഒരു ഉപഹാരം തന്നിട്ടുള്ളത്. നിങ്ങളൊരു സന്തോഷം, നിങ്ങളെ വാർഡിൽ ഞാൻ ചെയ്തിട്ടുള്ള സേവനങ്ങൾക്കുള്ള ഒരു ഉപഹാരം എന്നുള്ള നിലയ്ക്ക് ഞാനിത് സന്തോഷത്തോടുകൂടെ ഉപകാരങ്ങൾ എന്താണെന്നുള്ളതൊന്നും ആളുകൾക്ക് വല്ലാതെ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം നിരന്തരമായ നമ്മുടെ ഇടപെടലുകളും അതിനുശേഷം വന്ന മെമ്പർമാരും അതൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ വാർഡിൽ 11 അയൽക്കൂട്ടങ്ങൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം എന്നോണമാണ് ഇന്ന് നമുക്ക് ഈ പിടിച്ച് സമർപ്പിക്കും. ചില സാഹചര്യങ്ങൾ ഒരുക്കും, പക്ഷെ മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ ആ ഒരു മനസ്സ് അതിപ്പോൾ ഈ അംഗനവാടിയിൽ ഒരു ചെറിയ ഫ്രിഡ്ജ് കൊടുത്തോട് കൂടിയിട്ട് അത് ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല. മലപ്പുറം ജില്ലയിലെ മൊത്തം ഒരു മനസ്സാണ്. അത് മലപ്പുറം ജില്ലയിലാണ് ആദ്യം തുടങ്ങുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ കൊടുക്കലാണ്. മലപ്പുറം ജില്ല നടപ്പിൽ വരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ജില്ലകളിൽ ഇത്രയും കിട്ടുമെന്നുള്ളത് ഇപ്പോൾ പല ജോലി ചെയ്തല്ലോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം അറിയാം. ഇത്രയും അത് അനുഭവം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ വന്നിട്ട് ഒരു മാസമായില്ലേ, ഈ ഒരു മാസം കൊണ്ട് ഈ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളെ സ്വരുക്കൂട്ടിയ പൈസ കൊണ്ട് ഒരു ഫ്രിഡ്ജ്, പിന്നെ ഒരു അംഗനവാടിക്ക് കൊടുക്കാൻ തന്നെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അത്രയും അഭിമാനത്തോടെ ഞാൻ ആണ് ഈ പേരിൽ നിൽക്കുന്നത്. ഞാൻ അംഗനവാടിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.